രാജ്യദ്രോഹിയുടെ നട്ടെല്ല് ഒടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭകർക്ക് നേരെ ഖമേനി. രാജ്യത്തിനുള്ളിലെ ക്രിമിനലുകളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ട്രംപ് കുറ്റക്കാരനാണെന്നും വിധിച്ചു. ട്രംപ് കുറ്റവാളിയാണെന്ന് ഇറാൻ ഭരണകൂടം ആവർത്തിക്കുമ്പോൾ 16 ഇന്ത്യൻ നാവികരെ ഇറാൻ തടവിലാക്കിയെന്ന വാർത്തയ്ക്കും സ്ഥിരീകരണമായി. 10 പേരെ ഇറാനിലെ ജയിലിൽ അടച്ചുവെന്നും 6 പേരെ ബോട്ടിൽ തടങ്കലിൽ ഇട്ടിരിക്കുന്നുവെന്നുമാണ് മാധ്യമങ്ങൾ അറിയിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തു എന്ന് ലഷ്കർ എ തോയ്ബ കമാൻഡർ ഹാഫിസ് അബ്ദുൾ റൌഫ് പരസ്യമായി സമ്മതിച്ചുവെന്ന് തത്തുമയി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ വിവാദങ്ങളെല്ലാം തള്ളുന്നതാണ് കമാൻഡറുടെ തുറന്നുപറച്ചില്ലെന്ന് തത്തുമയി ചാനൽ വിശദീകരിക്കുന്നു. ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും തമ്മിൽ അടി രൂക്ഷമായെന്നും റിപ്പോർട്ട് തുടരുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി ഇനി അടിക്ക് ഇല്ല എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കൊച്ചിയിൽ പറഞ്ഞു. VD സതീശൻ ഈഴവ വിരോധിയാണെന്നും ഇന്നലെ പൂത്ത തകരയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. റിപ്പോർട്ടറിൽ നിന്ന് രാജിവെച്ച സുജയ പാർവതി പുതുതായി തുടങ്ങുന്ന ബിഗ് TVയിലേക്കാണെന്നും ഇപ്പോൾ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പള ഓഫർ ഉണ്ടെന്നും അതല്ല BJPയിലേക്ക് പോകുന്നുവെന്നും ഓൺലൈൻ മാധ്യമ റിപ്പോർട്ടുകൾ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് പ്രചരണം. KSEB 150 കോടി രൂപ കെട്ടിവയ്ക്കണമെന്ന് സുപ്രീം കോടതി. റിലയൻസ് ഗ്രൂപ്പ് കമ്പനി BSCS കേരള പവർ ലിമിറ്റഡിന് 360.63 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ട കേസിലാണ് സുപ്രീം കോടതിയുടെ വിധി. കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ VD സതീശന് എന്ത് അവകാശമാണുള്ളതെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ചോദിച്ചു. ഇവിടെ വന്ന് വോട്ട് ചോദിച്ച ശേഷം സമുദായങ്ങളുടെ തിണ്ണ നിരങ്ങരുതെന്ന് പറയാൻ സതീശന് യോഗ്യതയില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സതീശനെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുന്നുവെന്നും കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാക്കാൻ യോഗ്യതയുള്ള ആരുമില്ലെന്നും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. തൃശൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാട്ട് മത്സരത്തിന്റെ തലേന്ന് പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട ശ്രീരഞ്ജിനിക്ക് മത്സരവേദിയിലെത്തിയപ്പോൾ ശബ്ദം തിരിച്ചു കിട്ടി. പാടി A ഗ്രേഡ് നേടുകയും ചെയ്തു. ആലപ്പുഴ മന്നാർ നായർ സമാജം HSSലെ +2 വിദ്യാർത്ഥിനിക്കാണ് സംസ്ഥാന കലോത്സവ വേദിയിൽ ശബ്ദം തിരികെ കിട്ടിയത്.